ഹലോ, ഞാൻ ഡോക്ടർ അബിൻ ജോണി. എന്റെ ചാനലിലെ എല്ലാ എന്റർടൈൻമെന്റ് വീഡിയോകളും നിങ്ങൾ കണ്ട് ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വലിയൊരു പാൻഡമിക് നമ്മുടെ ഭൂമിയിൽ പടർന്നിരിക്കുകയാണ്. കോവിഡിന് ശേഷം വലിയൊരു ചർച്ചയാകുന്ന ഒന്നാണ് HMPV വൈറൽ ഇൻഫെക്ഷൻ. എന്താണ് HMPV? ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്? എങ്ങനെ ഇത് പകരുന്നു? ഈ വൈറസ് പ്രൈമറിയായി ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോ വഴി മനസ്സിലാക്കാം. ആദ്യമായി എന്താണ് HMPV? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നറിയപ്പെടുന്ന ഈ വൈറസ് ശ്വാസകോശ സംബന്ധമായ വൈറസാണ്. ഇത് അപ്പർ ആൻഡ് ലോവർ ശ്വാസകോശത്തെ അണുബാധയ്ക്ക് കാരണമാകുന്നു. 2001 ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഇത് പാരാമിക്സോവിരിഡെ കുടുംബത്തിലെ മെറ്റാന്യൂമോ വൈറസ് ജനസിലെ അംഗമാണ്. ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. ഈ വൈറസ് ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ ജലദോഷം, പനി അല്ലെങ്കിൽ RSV അതായത് റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് പോലുള്ള മറ്റ് ശ്വസന വൈറസുകൾക്ക് സമാനമായ ലക്ഷണങ്ങൾ ഈ HMPV അണുബാധ ഉണ്ടാക്കാം. പനി, ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചില സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ വൈറസ് എങ്ങനെ പകരുന്നുവെന്ന് നോക്കിയാൽ മറ്റ് ശ്വസന വൈറസുകളെ പോലെ രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ശ്വസന തുള്ളികളിലൂടെ അതായത് എയർ ഡ്രോപ്ലെറ്റ്സ് വഴി HMPV മറ്റൊരാളിലേക്ക് പടരുന്നു. വൈറസ് ബാധിച്ച പ്രതലങ്ങളിൽ സ്പർശിക്കുന്നതിലൂടെയും മുഖത്ത് സ്പർശിക്കുന്നതിലൂടെയും ഇത് പടരും. അതുകൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാനും സംസാരിക്കുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും ചുമയ്ക്കുമ്പോൾ തൂവാല ഉപയോഗിക്കാനും എവിടെയെങ്കിലും സ്പർശിച്ചിട്ട് കൈയും മുഖവും നന്നായി വാഷ് ചെയ്യാനും പറയുന്നത്. ഈ HMPV അണുബാധ പ്രാഥമികമായി ചെറിയ കുട്ടികൾ, മുതിർന്നവർ, ദുർബലമായ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അവസ്ഥകൾ ഉള്ള വ്യക്തികൾ എന്നിവരെ ബാധിക്കുന്നു. ഈ ജനങ്ങളിൽ ഇത് ന്യൂമോണിയ, ബ്രോങ്കിയോളൈറ്റിസ് എന്നിവയുൾപ്പെടെ കൂടുതൽ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ ദുർബലരായവർക്ക് പ്രത്യേക കെയറിംഗ് കൊടുക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. HMPV അണുബാധയ്ക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയില്ല. അതിനാൽ പനി കുറയ്ക്കാനും ജലദോഷം ഒഴിവാക്കാനും ഓവർ ദി കൗണ്ടർ മരുന്നുകൾ ഉപയോഗിക്കുന്നത് പോലെ HMPV ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണ് ചികിത്സ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് സിംറ്റംസ് അനുസരിച്ചുള്ള ചികിത്സ. കഠിനമായ കേസുകളിൽ അതായത് സീരിയസ് കേസുകളിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിലോ മുതിർന്നവരിലോ ഓക്സിജൻ തെറാപ്പി പോലുള്ള സഹായ പരിചരണത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ആരോഗ്യം മെച്ചപ്പെടുത്താനും പെട്ടെന്ന് സുഖം പ്രാപിക്കാനും സഹായമാകുന്നു. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ടിപ്പുകളാണ് ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ചോ മറ്റ് ഹാൻഡ് വാഷർ ഉപയോഗിച്ചോ കൈ കഴുകുന്നത്, അതുപോലെ മുഖം നന്നായി കഴുകുന്നത്, രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുന്നത് പോലുള്ള നല്ല ശുചിത്വ സമ്പ്രദായങ്ങൾ HMPVയുടെ വ്യാപനം കുറയ്ക്കാൻ സഹായിക്കും. RSVയുടെ അതേ കുടുംബത്തിന്റെ ഭാഗമായതിനാൽ HMPVക്കുള്ള പ്രതിരോധ നടപടികൾ RSV അതായത് റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസിന് സമാനമാണ്. നിങ്ങൾ HMPV അണുബാധയുണ്ടെന്ന് സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിലോ പ്രത്യേകിച്ച് ദുർബലരായ ജനങ്ങൾ ഉപദേശത്തിനായോ ചികിത്സാ ഓപ്ഷനുകൾക്കായോ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കമന്റായി അറിയിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കുക. എന്റെ അടുത്ത വീഡിയോയിൽ COVID-19 HMPV അണുബാധയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ളതായിരിക്കും. അത് അറിയാൻ താല്പര്യമുള്ളവർ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.